നമസ്കാരം. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിലും മഴക്കെടുതി രൂക്ഷം. പാലക്കാടും മഴ കനക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതലിന്റെ ഭാഗമായി നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. മണ്ണിടിച്ചിൽ സാധ്യത ശക്തമായതിനെ തുടർന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള വിനോദസഞ്ചാരം ഇന്നും നാളെയും പൂർണ്ണമായും നിരോധിച്ചു. മലയോര മേഖലകളിൽ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുലർച്ചെ 5 മണി മുതൽ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ കാറ്റോടുകൂടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ടുള്ള വിലങ്ങാട് മേഖലയിലും വനമേഖലയിലും കനത്ത മഴ തുടരുന്നതാണ് വലിയ ആശങ്കയ്ക്ക് കാരണം. ഇതേ തുടർന്ന് വിലങ്ങാട്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും 25ഓളം കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ചാലിയാർ, ഇരവഞ്ഞിപ്പുഴ, ചെറുപുഴ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് വയനാട് പാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചെറിയ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. സ്ഥിതിഗതികൾ നേരിടാൻ ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കി. പാലക്കാട് ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. മണ്ണാർക്കാട് കണ്ണംകൊണ്ട് പാലം നിറഞ്ഞൊഴുകുകയാണ്. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് അതത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. എന്നാൽ പല ജില്ലകളിലും അതിരാവിലെയും കുട്ടികൾ സ്കൂളുകളിലേക്ക് പുറപ്പെട്ട ശേഷവും അവധി പ്രഖ്യാപിച്ച നടപടി രൂക്ഷമായ വിമർശനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാർ ശനിയാഴ്ച രാവിലെ അവധി പ്രഖ്യാപിച്ചത്. മലപ്പുറം ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ രാവിലെ 6:30യോടെയാണ് അവധി അറിയിപ്പ് പോസ്റ്റ് വന്നത്. 7 മണിക്ക് ശേഷമായിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടറും അവധി പ്രഖ്യാപിച്ചുള്ള അറിയിപ്പ് പങ്കുവച്ചത്. പിന്നാലെ കണ്ണൂർ ജില്ലാ കളക്ടറും ജില്ലയിൽ അവധിയാണെന്ന് അറിയിച്ചു. എന്നാൽ മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വിദ്യാർത്ഥികൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമുണ്ടായ ഈ പ്രഖ്യാപനം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദുരിതത്തിലാക്കി. കനത്ത മഴയത്ത് യാത്ര തിരിച്ച കുട്ടികളെ തിരികെ വീട്ടിലെത്തിക്കാൻ പെടാപ്പാട് പെടേണ്ടി വന്നതായും വ്യാപക പരാതിയുണ്ട്. അവധി പ്രഖ്യാപനം വൈകിയതിനെതിരെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളിൽ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. കളക്ടർ എന്താ ഉറങ്ങിപ്പോയി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ട്രോളുകളും പോസ്റ്റുകൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു. അവധി നൽകുകയാണെങ്കിൽ തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിമർശനങ്ങൾ കടുത്തതോടെ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക പേജിലെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് പിന്നീട് ഓഫ് ആക്കുകയും ചെയ്തു. എന്നാലും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പെട്ട് 3 പേരാണ് ഇതിനോടകം മരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. കനത്ത മഴയെ തുടർന്ന് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, വയനാട്, മലപ്പുറം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന സഹകരണ യൂണിയൻ നടത്താനിരുന്ന HDC ആൻഡ് BM പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്.